ചിരിയുടെ സാമ്രാട്ടിന് വിട ചൊല്ലി കേരളക്കര. കോമഡി താരമായും സഹനടനായും നടനായും ഒക്കെ തിളങ്ങിയ സലീം കുമാർ 56-ാം വയസ്സിലാണ് അരങ്ങൊഴിയുന്നത്. പറവൂർ ടൗൺ ഹാളിലേക്ക് ആയിരങ്ങളാണ് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത തങ്ങളുടെ സ്വന്തം താരത്തെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തുന്നത്. ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൈകിട്ട് 3 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. വിവരങ്ങളുമായി പറവൂർ ടൗൺ ഹാളിൽ നിന്നും സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, ചിരിയുടെ വസന്തകാലം തീർത്തുകൊണ്ട് ഒരു നോവിന്റെ പെരുമഴക്കാലം സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ജൂൺ 6-ന് നമ്മെ വിട്ടുപോയിരിക്കുന്നത്. ഈ പറവൂർ ടൗൺ ഹാളിലെ പൊതുദർശനം അതെങ്ങനെ പുരോഗമിക്കുകയാണ്? 1 മണിയോടുകൂടി ഇവിടെ നിന്നും ഭൗതികദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു ആദ്യം ലഭിച്ച അറിയിപ്പ്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വൻ ജനാവലി ആയിരങ്ങളാണ് അവിടെ ഒഴുകിയെത്തുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സംസ്കാര ചടങ്ങുകളും അല്ലെങ്കിൽ വീട്ടിലെത്തിക്കുന്ന തുടർ നടപടികളും വൈകുമെന്നല്ലേ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം? ഒപ്പം ഇപ്പോൾ അവിടെ ആരൊക്കെയാണ്, ഏതൊക്കെ പ്രമുഖരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്? സാനു. അശ്വതി, നിലവിലിപ്പോൾ പൊതുദർശനം അത് അവസാനിക്കാനുള്ള സമയമായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 1 മണിയോടുകൂടി പൊതുദർശനം അവസാനിക്കും എന്നാണ് നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ നന്നേ ആൾ കുറവാണ്. ഈ പൊതുദർശനം നടക്കുന്ന പറവൂർ ടൗൺ ഹാളിലേക്ക് അല്പസമയം മുമ്പൊക്കെ വലിയ ജനത്തിരക്കായിരുന്നു. നമുക്ക് ഈ ടൗൺ ഹാളിനോട് ചേർന്നുള്ള റോഡുകളിലെല്ലാം ആളുകൾ തിങ്ങി നിറയുന്ന ഒരു കാഴ്ചയും നമുക്ക് അല്പസമയം മുമ്പ് കാണാൻ സാധിച്ചെങ്കിൽ ഇപ്പോൾ ആ പൊതുദർശനത്തിൻ്റെ അവസാന സമയങ്ങളിലേക്ക്, അവസാന നിമിഷങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ആളുകൾ ഇവിടേക്ക് എത്തുന്നത് കുറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അല്പം സമയത്തിനുള്ളിൽ തന്നെ ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് സലീം കുമാറിൻ്റെ ഭൗതിക ശരീരം മാറ്റും. എന്തായാലും തിരിച്ചടികളെ നോക്കി ചിരിച്ച സലീം കുമാറിനെ അവസാനമായി ഒന്ന് കാണാൻ വേണ്ടി ആ ഒരു കേരളം തന്നെ, അല്ലെങ്കിൽ കലാപ്രേമികൾ തന്നെ, ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ അടക്കം ഈ പറവൂർ ടൗൺ ഹാളിലേക്ക് എത്തി. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശനൊപ്പം മന്ത്രിമാരായിട്ടുള്ള PC വിഷ്ണുനാഥും കൊടിക്കുന്നിൽ സുരേഷും ഹൈബീഡൻ MP അടക്കമുള്ള രാഷ്ട്രീയ പ്രമുഖരും വിവിധ സാമൂഹിക, സാംസ്കാരിക, സാമുദായിക മേഖലയിലെ പ്രമുഖരടക്കം ഇവിടേക്ക് എത്തിയിരുന്നു. ഈ സിനിമ, അതായത് സിനിമാ ലോകത്തിന്, ചലച്ചിത്ര മേഖലയ്ക്ക് വലിയ ഒരു നഷ്ടം ആണ് ഈ സലീം കുമാറിൻ്റെ വിയോഗത്തോടു കൂടി ഉണ്ടായിരിക്കുന്നത്. 56-ാമത്തെ വയസ്സിൽ തൻ്റെ ആ ഒരു യാത്ര അവസാനിപ്പിച്ച് ചലച്ചിത്ര മേഖലയിലും ജീവിതത്തിലുമുള്ള ആ ഒരു യാത്ര അവസാനിച്ച് മടങ്ങുമ്പോൾ മലയാളികൾക്ക് ഓർക്കാനായിട്ട് നിരവധി സന്ദർഭങ്ങളും നിരവധി കഥാപാത്രങ്ങളെയും സമ്മാനിച്ചാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നത്. ഒരിക്കൽ തള്ളിക്കളഞ്ഞവരാൽ ആദരിക്കപ്പെട്ട നടൻ എന്നൊരു പ്രത്യേകതയും സലീം കുമാറിനുണ്ട്. ചിരിയാണ് തൻ്റെ ദൈവമെന്ന് പ്രഖ്യാപിച്ച സലീം കുമാർ ഓർമ്മയാകുമ്പോൾ അത് ഈ തൻ്റെ സ്വരസിദ്ധമായിട്ടുള്ള, അല്ലെ തൻ്റെ ശൈലിയിലൂടെയുള്ള ആ ഒരു നർമ്മം അത് മലയാളികൾക്ക് നഷ്ടമാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരിക. സാധാരണ നിലയിൽ ഈ തമാശകൾ അല്ലെങ്കിൽ ഈ ഹാസ്യം എന്നുള്ളത് കടമെടുത്തും അനുകരിച്ചുമൊക്കെ പലരും അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് തൻ്റേതായിട്ടുള്ളൊരിടം ആ മേഖലയിൽ കണ്ടെത്തിയ, അല്ലെങ്കിൽ ആ ഒരിടം തനിക്ക് വേണ്ടി മാത്രം ഉറപ്പിച്ച ഒരു കലാകാരനായിരുന്നു, അതുല്യ കലാകാരനായിരുന്നു സലീം കുമാർ. ആദ്യഘട്ടങ്ങളിൽ സിനിമാ നടനാകണമെന്നുള്ളൊരു ആഗ്രഹം തൻ്റെ മാതാവിനോട് സൂചിപ്പിച്ചപ്പോൾ പോലും അത് ആവാൻ സാധിക്കില്ല എന്നൊരു രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അമ്മയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞിരുന്നു എന്ന് പിന്നീട് ദേശീയ പുരസ്കാരം മേടിച്ച വേളയിലടക്കം സലീം കുമാർ ഓർത്തിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അങ്ങനെ തനിക്ക് എന്താണോ ആവാൻ സാധിക്കില്ല എന്ന് കരുതിയിരുന്നത് അത് കൈപ്പിടിയിലൊതുക്കി അത് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞ, തൻ്റെ നാട്ടിലുള്ളവരെയും ചേർത്ത് പിടിച്ച് സഞ്ചരിച്ച ആ ജീവിതയാത്രയിൽ, ആ കലാസബരിയിൽ ആ നാടിനെ കൂടി ചേർത്ത് പിടിച്ച് യാത്ര ചെയ്ത ഒരു അതുല്യ കലാകാരനാണ് നമ്മളിൽ നിന്നിപ്പോൾ പോയി മറയുന്നത്. ഒപ്പം തന്നെ തൻ്റേതായിട്ടുള്ള നിലപാടുകൾ പലപ്പോഴും തൻ്റെ രാഷ്ട്രീയ നിലപാടുകളടക്കം വ്യക്തമാക്കിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് സലീം കുമാർ എന്നത്. ആ ഒരു ആദർശവും ഒപ്പം പിടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത്. എന്തായാലും സലീം കുമാറിൻ്റെ ആ ഒരു പൊതുദർശനം, ഭൗതിക ശരീരം പറവൂരിലെ പൊതുദർശനം അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ വിവിധ മത, സാമുദായിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും സലീം കുമാറിൻ്റെ സഹപ്രവർത്തകരടക്കം, ജയറാം, ദിലീം അടക്കമുള്ള ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരടക്കം അല്പസമയം മുമ്പ് ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ പറവൂരിൽ എത്തിച്ച സമയത്ത് വലിയ മഴയായിരുന്നു. വലിയ കോരിച്ചൊരിയുന്ന മഴയത്ത് പോലും അവരുടെ പ്രിയപ്പെട്ട കലാകാരനെ കാണുന്നതിന് വേണ്ടി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ അവരുടെ ആ ഒരു അന്തിമോപചാരം അർപ്പിക്കാൻ അവസാന യാത്രാമൊഴി നൽകുന്നതിന് വേണ്ടി പറവൂരിലെ
ടൗൺ ഹാളിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ ആ ഒരു മഴ പിന്നീട് തോരുകയും അതിനുശേഷം വലിയ അഭൂതപൂർവമായിട്ടുള്ള ഒരു ഒഴുക്ക് ഈ ഒരു ടൗൺ ഹാളിലേക്ക് ഉണ്ടായി. ചില നിമിഷങ്ങളിലടക്കം അത് നിയന്ത്രിക്കാൻ പറ്റാത്ത നിലയിലേക്ക് ഈ ടൗൺ ഹാളിനോട് ചേർന്നുള്ള എല്ലാ വഴികളിലേക്കും ആ ക്യൂ നീണ്ടുപോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആ ഒരു അന്തിമോപചാരം അർപ്പിക്കുന്ന അല്ലെ പൊതുദർശനത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പൊതുദർശനം ഇവിടെ അവസാനിക്കും. ഇതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വസതിയിലേക്ക് എത്തിക്കും. 3:30-ക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. വീട്ടിലും വലിയ രീതിയിലുള്ള ആളുകൾ കൂടി നിൽക്കുന്നു, നാട്ടുകാർ കൂടി നിൽക്കുന്നു. ജനിച്ച മണ്ണിലുള്ളവർ, അവർക്കൊപ്പം നടന്ന അയൽവാസികളടക്കമുള്ള അപാലവൃദ്ധം ജനങ്ങളും സലിംകുമാറിൻ്റെ വീട്ടിലും കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഇവിടെ പൊതുദർശനം സമാപിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളവർ അറിയിച്ചിട്ടുള്ളത്. സാനു, സംസ്കാര ചടങ്ങുകൾ എപ്പോഴാകും നടക്കുക? ഒപ്പം അദ്ദേഹത്തിന് ഈ മതപരമായ ചടങ്ങുകളിനോടൊന്നും യാതൊരുവിധ താല്പര്യവുമില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എത്തരത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ? ഒപ്പം സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്, ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കുമെന്ന്. തീർച്ചയായിട്ടും അല്പസമയം മുമ്പ് സർക്കാരിൻ്റെ ഔദ്യോഗിക ഉത്തരവ് വന്നിട്ടുണ്ട്. ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ സംസ്കാരം നടത്തും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ എത്തിയിരിക്കുകയാണ്. അങ്ങനെ മന്ത്രിസഭയിലെ പ്രമുഖരടക്കം മുഖ്യമന്ത്രി അടക്കം എത്തിയിരുന്നു. അതേപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എത്തിയിരുന്നു, അവരുടെ നേതാക്കൾ എത്തിയിരുന്നു, വിവിധ സംഘടനകളുടെ നേതാക്കൾ എത്തി. അങ്ങനെ കലാമേഖലയിലുള്ളവർ, സാംസ്കാരിക മേഖലയിലുള്ളവരെല്ലാം എത്തിയിരുന്നു. എന്തായാലും അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി വേണം തൻ്റെ സംസ്കാരം നടത്താനെന്ന് സലിംകുമാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. എന്താണോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, ആ ആഗ്രഹപ്രകാരം തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്ന് ബന്ധുക്കളും അറിയിച്ചിട്ടുള്ളതാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക ബഹുമതികൾ നൽകും എന്നുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ബഹുമതികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ ഈ സലിംകുമാറിൻ്റെ ഈ മതപരമായിട്ടുള്ള ചടങ്ങുകൾ വേണ്ട എന്ന് പറയുന്നതിനൊപ്പം ചേർത്ത് വെച്ച് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ആദ്യം അച്ഛൻ ഇട്ടിരുന്നത് സലീം എന്നായിരുന്നു. ഏത് മതത്തിൽപ്പെട്ട ആളാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പേര് നൽകുന്നു. പിന്നീട് പഠനകാലത്ത്, സ്കൂൾ വിദ്യാഭ്യാസ കാലത്താണ് അവിടുത്തെ സ്കൂൾ അധ്യാപകരാണ് കുമാർ എന്നുകൂടി ചേർത്തുകൊണ്ട് സലിംകുമാർ എന്ന് ആക്കി മാറ്റുന്നത്. അങ്ങനെ ആരാണെന്ന് ഈ ഒരു പേരിലൂടെ തിരിച്ചറിയേണ്ട എന്ന് പോലും പറഞ്ഞിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ മാതാ അമൃതാനന്ദമയുടെ ഒരു ഏറ്റവും അടുത്തൊരു ഭക്തനായിരുന്നു. പല സമയങ്ങളിലും അമ്മയുടെ അടുത്തെത്തി അമ്മയെ കാണുകയും സന്ദർശിക്കുകയും ദർശനം നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് സലിംകുമാർ എന്നതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ശൈലിയിലൂടെ, വ്യത്യസ്തമായിട്ടുള്ള അഭിനയ പാടവങ്ങളിലൂടെ, വ്യത്യസ്തമായിട്ടുള്ള സംസാര ശൈലിയിലൂടെയൊക്കെ മലയാളികളുടെ മനസ്സിൽ ചിരകാല പ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് സലിംകുമാർ. ആ ഒരു സലിംകുമാർ അനശ്വരമാക്കിയിട്ടുള്ള കഥാപാത്രങ്ങൾ കാലാനുവർത്തിയായിട്ട് നിലനിൽക്കും എന്നുള്ളതും സത്യമാണ്. മലയാളികളുടെ ജീവിതത്തിൽ എന്നും എപ്പോഴും ആ ഒരു സലിംകുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഓരോരോ വാക്കുകളും, ആ ഓരോരോ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള ഡയലോഗുകളും എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഭാഗമായി മാറിയിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ട്രോളുകളിൽ പോലും ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ട്രോളിൻ്റെ ഒരു ശൈലിയിൽ പോലും മാറ്റം വരുത്തി കൊണ്ടുവന്ന ഒരു വ്യക്തി കൂടിയാണ് സലിംകുമാർ. തൻ്റേതായിട്ടുള്ള ശൈലികളാണ് അദ്ദേഹം ഈ ഒരു നർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഭാഗമായിട്ട്, അല്ലെ സിനിമയിലെ തൻ്റെ തമാശകളായിട്ട് ഉരുത്തിരിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് സലിംകുമാറിനെ ഈ ഒരു സിനിമാ മേഖലയിലും വ്യത്യസ്തനാക്കിയിട്ടുള്ളതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും നിലവിലിപ്പോൾ പൊതുദർശനത്തിൻ്റെ അവസാന നിമിഷങ്ങളാണ്. പ്രമുഖരെല്ലാവരും ഇതിനോടകം തന്നെ ഇവിടെ അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട്. ഇനി ഏതാനും കുറച്ചാളുകൾ മാത്രമാണ് ഇപ്പോഴും ഹാളിന് പുറത്തുള്ളത്. അവർ കൂടി എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നതോടുകൂടി ഇവിടുത്തെ പൊതുദർശനം പൂർത്തിയാക്കും. തുടർന്ന് വീട്ടിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകും. ശരി സാനു, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും വൻ ജനാവലി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ആയിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. സിനിമ, കലാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ ഇപ്പോഴും ഉണ്ട്. ഹരിശ്രീ അശോകൻ, നടൻ ദിലീപ് അടക്കം ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെയും സലീം കുമാറിനൊപ്പം തുടരുകയാണ്. ഒപ്പം മക്കളായ ചന്തുവും ആരോമലും ഒക്കെയുണ്ട്. 1 മണിയോടുകൂടി ഈ ടൗൺ ഹാളിൽ നിന്നും
പറവൂരിലെ ലോഫിംഗ് വില്ല അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കൂടാരമായി വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു അറിയിപ്പ് ലഭിച്ചത്. എങ്കിലും അല്പസമയം കൂടി കഴിയും. ഇനിയും ഒരു 10-15 മിനിറ്റിനുള്ളിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പൊതുദർശനം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുക. ഒപ്പം മതപരമായ ചടങ്ങുകളൊക്കെ ഒഴിവാക്കി ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സാനുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.